മുട്ടമാല എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പത്ത് മുട്ട എടുത്ത് അതിൽ കുറച്ച് പഞ്ചസാര എടുത്ത്, എത്ര കപ്പ് പഞ്ചസാര? 1.5 കപ്പ് പഞ്ചസാര. അതിൻ്റെ പഞ്ചസാര എത്ര വെള്ളം? 2 കപ്പ് വെള്ളം. അത് തിളപ്പിക്കണം. അതിനുശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്ത് അടിച്ചു വെച്ചിരിക്കുന്ന മഞ്ഞക്കരു, മുട്ടയുടെ മഞ്ഞക്കരു ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച്, അതിൽ വേറൊന്നും ചേർക്കണം മഞ്ഞക്കരുവിനകത്ത്. അത് ഈ തിളച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതുപോലെ അടിയിലൊരു തുളയും തുളച്ചിട്ട് ഇതുപോലെ ആക്കുക. ഈ ഇത്തരം ഇങ്ങനെയാണ്. ഗ്ലാസ്സിൽ അടിയിൽ ചെറിയ തുളയുണ്ട്, ആ തുളയെ കൂടെയാണ് വീഴുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വൈകുന്നേരങ്ങളിൽ ചായക്ക് കൂട്ടാൻ ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല ഡിഷാണ്. വളരെ കൗതുകമേറിയ ഈ മുട്ടമാല എന്ന് പറയുന്നത് മാത്രമല്ല, കാണാൻ നല്ല ഭംഗിയും കൂടിയാണ്. ഇത് ഞങ്ങളെ ഷെഫ് റഹീം, അബ്ദുൾ റഹീം. ഒന്നുകൂടെ ഇന്ന് വിശിഷ്ട വിഭവം തയ്യാറാക്കുന്നത് അബ്ദുൾ റഹീമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിറയുണ്ടല്ലേ. തീ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഏകദേശം ഈ ലെവലിൽ ആകുമ്പോൾ കോരി ഇതേപോലത്തെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ആയില്ലേ? ഏകദേശം ആയിട്ടുണ്ട്. ഇത് തണുക്കണം. ഇത് തണുക്കാൻ അനുവദിച്ച് വെക്കുക. ഇതാണ് മുട്ടമാല എന്ന് പറയുന്നത്. രണ്ടാമത് ഉണ്ടാക്കുകയാണ്. അത് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഷെഫ് രണ്ടാമത് ഉണ്ടാക്കുകയാണ്. അത് നല്ലോണം തിളയ്ക്കുന്ന സമയത്താണ് ഇതിങ്ങനെ ഒഴിക്കേണ്ടത്, എന്നാലേ അതിൻ്റെ കറക്റ്റ് അത് വെന്ത് കിട്ടത്തുള്ളൂ. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ തൻ്റെതായ മുദ്ര പതിപ്പിച്ചിട്ടുള്ള മിസ്റ്റർ റഹീം എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും തൻ്റെതായ ഒരു മുദ്ര അദ്ദേഹം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. നോർമലി ഇത് ഒരു നോമ്പിൻ്റെ ഫുഡായിട്ട്, നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു ഫുഡായിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ കാണാം. ഏകദേശം കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു.
ഇതിൻ്റെതായ ചേരുവകളെന്ന് പറയുന്നത് അധികം ഒത്തിരി ചേരുവകളൊന്നും ഇല്ലെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ്. തീ ഓഫാക്കി ഏകദേശം സംഭവം റെഡിയായി. ഇതൊന്ന് തണുക്കാൻ എടുക്കാം. ഇതാണ് സ്വാദിഷ്ടമായ മുട്ട മാല. ഇതിൻ്റെ ചേരുവകളെന്ന് പറയുന്നത് 10 മുട്ട, ഷുഗർ, 10 മുട്ട, ഷുഗർ എത്ര ഷുഗർ? 1.5 കപ്പ് ഷുഗർ, പിന്നെ 2 കപ്പ് പാനി, 2 കപ്പ് പാനി, വെള്ളം 2 കപ്പ് വെള്ളം, പിന്നെ അതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഒത്തിരിയേറെ കൂട്ടുകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരു വളരെ സ്വാദിഷ്ടമായ ഒരു 4 മണി കാപ്പി അല്ലെങ്കിൽ ഒരു ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് മുട്ടമാല. മാത്രമല്ല കാണാൻ നല്ല ഭംഗിയും കൂടെയാണ്. ഇത് മാലി ആയിക്കില്ല, മുട്ടി ആയിക്കാണ്. അത് എടുക്കടി. തകർത്തു തിമിർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വിഭവങ്ങൾ വരുന്നതായിരിക്കും.